ബിസ്മില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് വബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ഇസ്ലാമിക ജീവിതത്തെ സർവോപരി സൗന്ദര്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ റബ്ബ് നമ്മയും നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും ഇസ്ലാമിക സമൂഹത്തിലെ ആബാലവൃദ്ധം അംഗങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്ഹാബുൽ ഉഹ്ദൂദിലെ കുട്ടിയുടെ കഥ കുറേ ആഴ്ചകളായി നമ്മൾ കേൾക്കുകയും പറയുകയും ചെയ്തു. ആ കഥയുടെ ഒരു പശ്ചാത്തലത്തിൽ ഖുർആനിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശകലനം ചെയ്യാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഖുർആനിൻ്റെ മുമ്പിൽ നമുക്കൊന്ന് നിൽക്കാം. അൽ വഖഫത്തുൽ ഖുർആനിയ. ഖുർആനിൽ എന്താണ് ഈ ചരിത്രത്തെക്കുറിച്ച് പറയുന്നത്? ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പാഠങ്ങൾ എന്താണ്? അത് പറയുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിലെ മുഴുവൻ ആളുകളും, നമ്മൾ ഇസ്ലാമിക സമൂഹത്തിൽ ഉമ്മത്ത് മുസ്ലിമയുടെ ഭാഗമെന്ന നിലക്ക് നമുക്ക് പലതരം കാഴ്ചപ്പാടുകളും പലതരം അഭിപ്രായങ്ങളും പലതരം അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നമുക്കുണ്ടാകാം. പക്ഷേ ഒറ്റ ഉമ്മത്ത് എന്ന നിലക്ക് ഉമ്മത്ത് മുസ്ലിമ എന്നത് കിഴക്കും പടിഞ്ഞാറുമുള്ള വടക്കും തെക്കും ഉൾപ്പെടുന്ന ഈ ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു ഉമ്മത്ത് എന്ന നിലക്ക് മൗലികമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇസ്ലാമിക സമൂഹത്തിന്, അള്ളാഹുവിൻ്റെ ഉമ്മത്തിന്, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ മുതൽ നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം വരെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്, എന്നും ഈ ഉമ്മത്തിനെ നശിപ്പിക്കുവാനും ഇല്ലാതാക്കുവാനും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വലിയ പണികൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. വലിയ കൊലകൾ നടത്തിയിട്ടുണ്ട്. ഇസ്ലാമിക സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ പലതരം പദ്ധതികൾ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് പൂർവ്വ സമൂഹങ്ങളുടെ ഉമ്മത്തി മുസ്ലിമയുടെ ആദ്യ കാലഘട്ടങ്ങൾ മുതൽ നമ്മുടെ ഈ കാലഘട്ടം വരെ നമുക്കിത് കാണാൻ കഴിയും. ഇഷ്അലുൽ ഹർബ്, അവർ തീ കത്തിക്കുന്നുണ്ട്. ഈ സമുദായത്തിനെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമുദായത്തിനെതിരായി കിടങ്ങുകൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ തീക്കുണ്ടാരങ്ങൾ ചരിത്രത്തിലും ഇന്നും ഈ സമുദായത്തിനെതിരായി, ഈ ഉമ്മത്തിനെതിരായി പടുത്ത് തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? നമ്മൾ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽയൗമിൽ മൗഊദ് വശാഹിദിൻ വമഷ്ഹൂദ് എന്ന് പറഞ്ഞിട്ട് ഈ പ്രപഞ്ചത്തിലെ ആകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ട്, ആകാശം പോലെ സത്യമായ ഒരു കാര്യമാണ് ഉമ്മത്ത് മുസ്ലിമയെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞ നിലപാട്. നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ചരിത്രം. ആകാശം സത്യമാണെങ്കിൽ ഉമ്മത്ത് മുസ്ലിമക്കെതിരായ ഇത്തരം നീക്കങ്ങൾ ആ ആകാശത്തെ പോലെ, ഈ പ്രപഞ്ചത്തിലെ പലതരം സത്യങ്ങളെപ്പോലെ, പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങൾ പോലെ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഈ സമുദായത്തിനെതിരായി, ഈ സമുദായം നിലകൊള്ളുന്ന സത്യത്തിനെതിരായി, അതിൻ്റെ നിലപാടുകൾക്കും സമീപനങ്ങൾക്കുമെതിരായി വലിയ മലകൾ പോലെ, വലിയ സമുദ്രങ്ങൾ പോലെ ആർത്തിരമ്പി ഈ സമുദായത്തെ മുക്കിക്കളയുന്ന വിധം ചരിത്രത്തിൽ എന്നും ഇത് പ്രവർത്തിച്ചു പോന്നിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹത്തിനെതിരായി, മുസ്ലിം ഉമ്മത്തിനെതിരായി
അത് അവ്വൽ റസൂൽ നൂഹ് അലൈഹി ഇസ്ലാമയുടെ കാലം മുതൽ ഓരോ പ്രവാചകന്റെ ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഈ പ്രവാചകന്മാരൊക്കെ, ആ പ്രവാചകന്മാരുടെ മഹാന്മാരായ പ്രവാചകന്മാരുടെ സമൂഹങ്ങളൊക്കെ ഇങ്ങനെ കടുത്ത പ്രതിസന്ധികളിലൂടെ, പീഡനങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, വലിയ തീക്കുണ്ടാരങ്ങളിലൂടെ കടന്നുപോയതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ മസ്സബബ്, സ്ട്രാറ്റജിയൻ, തന്ത്രപരമായി, സ്ട്രാറ്റജിക്കായി എന്താണ് അത്തരമൊരു ഘട്ടത്തിലൂടെ ഈ സമുദായം കടന്നു പോകാനുള്ള കാരണം, രാഷ്ട്രീയമായി എന്താണ് കാരണം? നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉമ്മത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് പള്ളിയിൽ വന്ന് നമസ്കരിച്ച് കേവല ആരാധനാപരമായ ഒരു ജീവിതം പൂർത്തിയാക്കി അങ്ങനെ ലോകത്ത് നിന്നിങ്ങനെ നിഷ്ക്രമിച്ച് മെല്ലെ സാധുക്കളായി സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു സംഘമല്ല മുസ്ലിം ഉമ്മത്ത്. മുസ്ലിം ഉമ്മത്ത് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ മുതൽ നമ്മുടെ ഈ കാലഘട്ടം വരെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉണ്ടാകും. നമ്മൾ ഹജ്ജ് ചെയ്താൽ ആ ഹജ്ജ് നമ്മിൽ സൃഷ്ടിക്കുന്ന ഒരു ശക്തിയും ഒരു ഊർജവും ഉണ്ടാകും. അങ്ങനെ ഈ സമുദായത്തിൻ്റെ വിശ്വാസത്തിനും ഇതിൻ്റെ മുമ്പോട്ട് പോക്കിനും വിഘാതമായി നിൽക്കാൻ അള്ളാഹുവിൻ്റെ ശത്രുക്കൾക്ക് പ്രേരണ നൽകും വിധം ഈ സമുദായം ചരിത്രത്തിൽ എന്നും പ്രതിവർത്തിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് എന്താണ് സൂറത്തുൽ ബുറൂജിൽ പറയുന്ന കുറ്റം? വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അള്ളാഹുവിൻ്റെ ദീനിൽ വിശ്വസിച്ചു എന്നതാണ് ഈ ഉമ്മത്തിൻ്റെ കുറ്റം. എന്തുകൊണ്ട് അസ്ഹാബുൽ ഉഖ്ദൂദിന് കിടങ്ങുകൾ കുടിച്ച് ആമന്നാബി റബ്ബിൽ ഗുലാം എന്ന് പ്രഖ്യാപിച്ച ആ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിലെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മുഴുവൻ എന്തുകൊണ്ട് ആ വലിയ തീക്കുണ്ടാരങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ രാജാവും പരിവാരവും എടുത്തെറിഞ്ഞു എന്ന് ചോദിച്ചാൽ അവർ പ്രഖ്യാപിച്ച വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദുനിയാവിൽ അവർ പ്രഖ്യാപിച്ച ചില നിലപാടുകളാണ്. ആ നിലപാടുകളും സമീപനങ്ങളും ആ കാലഘട്ടത്തിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ വിറളി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ഈ കാലഘട്ടത്തിലെയും വലിയ ദുശക്തികളെ, വലിയ കിങ്കരന്മാരെ, വലിയ ഫറോവമാരെ, വലിയ നമ്രൂദുമാരെ, കിടങ്ങിൻ്റെ ഈ കാലഘട്ടത്തിലെ കിടങ്ങിൻ്റെ ആളുകളെയും ഇസ്ലാം വിരുദ്ധ ശക്തികളെയും വിറളി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. ആ ഒരു തെറ്റ് മാത്രമാണ്, വിശ്വാസം പ്രഖ്യാപിച്ചു എന്ന തെറ്റ്. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. നമ്മൾ മനസ്സിലാക്കണം, ഈ തെറ്റ് ഈ സമുദായം നിലനിൽക്കുന്ന കാലഘട്ടത്തോളം യൗമുൽ ഖിയാമത്ത് വരെ ഈ സമുദായം തുടരുന്ന ഒരു തെറ്റാണ്. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, നമ്മിലേക്ക് ഒരു പരീക്ഷണത്തെയും കടത്തിക്കൊണ്ടുവരാത്ത, നമ്മെ ഇങ്ങനെ സുഖിപ്പിച്ച് നിർത്തുന്ന, ഒരു വംശഹത്യയും നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാത്ത, നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിലും നമുക്കൊരു അലോസരവും സൃഷ്ടിക്കാത്ത ഒന്നാണ് വിശ്വാസം, ഒന്നാണ് എൻ്റെ നമസ്കാരം. ആ നമസ്കാരത്തിന് എനിക്കുണ്ടാകുന്ന നിലപാടുകളും ഊർജവും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ, നേരത്തെ സൂറത്തുൽ ബുറൂജിൻ്റെ തുടക്കത്തിൽ ആകാശത്തെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇക്കാര്യം ദുനിയാവിൽ തീരുന്ന ഒരു കാര്യമല്ല. ഈ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനവും അതിനെ തുടർന്നുണ്ടാകുന്ന പുകിലുകളും ദുനിയാവോടെ തീരുന്ന ഒരു കാര്യമല്ല. ചിലപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമുക്ക് ബർദും സലാമുമായതുപോലെ അഗ്നികുണ്ഡങ്ങൾ ഈ ദുനിയാവിൽ തന്നെ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കും, ഈ ദുനിയാവിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കും. പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ കൊല്ലപ്പെട്ടു പോയ പ്രവാചകന്മാരും ആരും പരാജയപ്പെട്ടു പോയ പ്രവാചകന്മാരല്ല. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. വദാലിക,
ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലിക്കൽ ഫൗസുൽ കബീർ. അതാണ് ഏറ്റവും വലിയ വിജയം. നിങ്ങൾ വിശ്വസിക്കുക. ആ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെയും നിങ്ങൾ സെറ്റ് ചെയ്യുക. ഒരു പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾ തീക്കുണ്ടാരങ്ങളിൽ ഏർപ്പെട്ടേക്കാം. അങ്ങനെ 22,000 കുഞ്ഞുങ്ങൾ ഗസയിൽ ഈ നിലപാടിൻ്റെ പേരിൽ തീക്കുണ്ടാരങ്ങളിൽ കത്തി അമർന്നിട്ട് അള്ളാഹുവിൻ്റെ ലോകത്തേക്ക് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ദാലിക്കൽ ഫൗസുൽ കബീർ, അത് വലിയ വിജയമാണ്. അതൊരു പരാജയമേ അല്ല, അതൊരു തോൽവിയല്ല, അതൊരു നിസ്സഹായതയല്ല. അതെല്ലാം തീർന്നു പോയിട്ട് ഈ അധ്യായം അവസാനിച്ചു പോകുന്നതിൻ്റെ, ഈ ഉമ്മത്ത് ഈ ലോകത്ത് നിന്ന് ഒലിച്ചു പോകുന്നതിൻ്റെ ഒരു പേരല്ല. മനസ്സിലാക്കണം, ഒരു പക്ഷേ ഇന്ന ബത്ശ റബ്ബിക ലശദീദ്, ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഇത്തരം ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ അള്ളാഹു പിടികൂടും. അതിൻ്റെ ശിക്ഷ അവർക്ക് ഇവിടെ നിന്ന് തന്നെ കൊടുക്കും. അതിൻ്റെ ചരിത്രവും ഖുർആനിലുണ്ട്, ഫറോവയുടെ ചരിത്രത്തിലുണ്ട്, മറ്റ് പല ഇസ്ലാം വിരുദ്ധ സമൂഹങ്ങളുടെ ചരിത്രത്തിലുമുണ്ട്. അള്ളാഹുവിൻ്റെ പിടുത്തം കടുത്ത പിടുത്തമാണ്. കാരണം അവൻ ദുൽ അർഷിൽ മജീദ്, ഈ ലോകത്തുള്ള ഏത് സിംഹാസനത്തിൽ ഉപവിഷ്ടവനായവനേക്കാളും വലിയ സിംഹാസനത്തിനുടമയാണ് ഈ ലോകത്തിൻ്റെ നാഥനായ പടച്ച തമ്പുരാൻ. അതുകൊണ്ട് ഫഅാലുൽ ലിമാ യുരീദ്, ഗസയിൽ തന്നെ ഒരുപക്ഷെ അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യും. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കെ തന്നെ ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ വിധി ഈ ലോകത്ത് തന്നെ നടപ്പിലാകും. ഈ ദുശക്തികൾ പരാജയപ്പെട്ട് വലിയ ശക്തിയോടും ഊർജത്തോടും കൂടി ഈ സമുദായം, ഈ ഉമ്മത്ത് ഉയർത്തെഴുന്നേറ്റ് ഈ ലോകത്തെ ലീഡ് ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ സമുദായം സഞ്ചരിക്കും. അതിന് കഴിവുള്ളവനാണ് ഫഅാലുൽ ലിമാ യുരീദ്. ഫറോവയുടെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? സമൂദിൻ്റെ ചരിത്രം അറിയില്ലേ? ഹൽ അതാക ഹദീസുൽ ജുനൂദ് ഫിർഔന വ സമൂദ്. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിൻ്റെ പ്രകൃതം ഇതാണ്. അതുകൊണ്ട് 22,000 കുഞ്ഞുമക്കൾ കഴിഞ്ഞ 650 ദിവസവും 28 വീതം കുഞ്ഞുങ്ങൾ ഗസയിൽ പിടഞ്ഞ് അള്ളാഹുവിൻ്റെ ലോകത്തേക്ക് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അവരൊരു പീഡനത്തിലുമല്ല, അവർ മനസ്സറിഞ്ഞ് കളിക്കുന്ന കുഞ്ഞുമക്കളാണ്. നമുക്ക് നേരെ മുകളിൽ, ഈ പള്ളിയുടെ മുകളിൽ നമ്മെ കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ലോകത്ത് ഇങ്ങനെ പാറി നടത്ത് ഉല്ലസിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കൾ, അത് പരാജയത്തിൻ്റെ പേരല്ല, അത് വലിയ വിജയത്തിൻ്റെ പേരാണ്. അതുകൊണ്ട് സൂറത്തുൽ ബുറൂജും ഉഹ്ദൂദിലെ ഉലാമുൽ ഉഹ്ദൂദ് അതിൻ്റെ ചരിത്രവും നമ്മോട് പറയുന്നത് അസ്സബാത്ത് എന്നാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക, ഈ ദീനിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, നിങ്ങളുടെ മറ്റെന്തൊക്കെയോ നിലപാടുകളുടെ പേരിൽ നിങ്ങൾ ദീനിൻ്റെ കാര്യത്തിൽ എന്ത് വരുത്തരുത്? കൃത്രിമത്വം വരുത്തരുത്. ശക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അൽ അസീമ, നിങ്ങൾ ഉറച്ചു നിൽക്കണം, ശക്തമായിട്ട് മുമ്പോട്ട് പോകണം. അൽ കൂവ, ശക്തി ആർജിക്കണം, ഈമാനികമായ ശക്തി ആർജിക്കണം, ആത്മീയമായ ശക്തി ആർജിക്കണം. ഈ ലോകത്ത് ഈ ഭൗതിക ശക്തികളോട് പിടിച്ചു നിൽക്കാനുള്ള, അവരെ വെല്ലുന്ന തരത്തിലുള്ള എല്ലാ ശക്തികളും കഴിവുകളും നിങ്ങൾ ആർജിക്കണം. ഖുർആൻ നമ്മോട് പറയുന്നത് അതാണ്. ഗസയെക്കുറിച്ച് പറഞ്ഞു, ഭക്ഷണം വാങ്ങാൻ ഇങ്ങനെ തിക്കിത്തിരക്കി കൂടുന്നിടത്ത് ഭക്ഷണ വിതരണത്തിനെന്ന് പറഞ്ഞിട്ട് വന്ന ഒരു കമ്പനി വെടിവെച്ചു കൊല്ലുന്ന ഗസയിലെ കുഞ്ഞുമക്കൾ, ചെറുപ്പക്കാർ, സ്ത്രീകൾ, കുട്ടികൾ. അസ്ഹാബുൽ ഹുദൂദിലെ കിടങ്ങിൻ്റെ ആധുനിക രൂപമെന്ന സ്വഭാവത്തിൽ റോക്കറ്റ് വന്ന് വീണിട്ട് കത്തിച്ചാമ്പലായി പോകുന്ന നമ്മുടെ സഹോദരങ്ങൾ അല്ലേ? നമ്മൾ കണ്ടും കേട്ടും നമ്മളുടെ മനസ്സിപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? ചത്തുപോയിട്ടുണ്ട്. നമുക്ക് പോലും ഇപ്പം അതൊരു വിഷയമല്ലാതായിട്ടുണ്ട്. സഹോദരന്മാരെ, ഹൃദയം ഒരു നിമിഷം നടുങ്ങുന്ന തരത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് കൈ ഉയർത്താൻ നമുക്ക് സാധിക്കണം.
നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി. കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരിറ്റും വിധം ആ കുഞ്ഞു മക്കളെയും സഹോദരന്മാരെയും നിരാലംബനായ വെല്ലിപ്പമാരെയും നമ്മുടെ കണ്ണുകളിൽ ആവാഹിച്ച് അള്ളാഹുവിനോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ സാധാരണക്കാരായ നല്ല മുഅ്മിനുകളാണ്. ലോകത്തിൻ്റെ ഏതോ ഈ ഒരറ്റത്ത് നിന്നിട്ട് നമ്മൾ ഉയർത്തുന്ന ഈ പ്രാർത്ഥന അള്ളാഹു ഒരുപക്ഷെ സ്വീകരിക്കും. അള്ളാഹു അവർക്ക് തുറസ് നൽകും. ഈ ദുശക്തികളെ അള്ളാഹു പരാജയപ്പെടുത്തും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഇത് ഏതോ ഒരു സ്ഥലത്ത് നടക്കുന്ന എന്തോ ഒരു യുദ്ധം മാത്രമല്ല. ഖത്തീബ് പറഞ്ഞത് മഅറഖത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് ലാ ഇലാഹ ഇല്ലല്ലയുടെ സംഘടനമാണ്. ഇത് മഅറഖത്തു സബാത്ത്. ഈ ഉമ്മത്ത് ഈ കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന സംഘടനമാണ്. ഈ സംഘടനത്തിൽ മറക്ക് പിന്നിലിരിക്കുന്നവരുണ്ട്. വലിയ വിമാനങ്ങളിൽ ബോംബ് വന്ന് വീഴുമ്പോൾ ആ വീഴ്ചക്ക് മറക്ക് പിന്നിലും മുന്നിലുമായി കളിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇവരെയൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ഓർമ്മ ഉണ്ടാകണം. അള്ളാഹു ഈ ദുശക്തികളെ പരാജയപ്പെടുത്തി ഈ ഉമ്മത്തിന് തുറസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബുൽ ആലമീനായ നാഥൻ ഗസയിലെ നമ്മുടെ കുഞ്ഞുമക്കളെ ഓരോ ദിവസവും ഇന്ന്, നാളത്തെ പ്രഭാതത്തിൽ, നാളത്തെ മധ്യാഹ്നത്തിൽ, നാളത്തെ പൂർവാഹ്നത്തിലൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ആ കുഞ്ഞുമക്കളെ അള്ളാഹു പ്രത്യേകമായ മലക്കുകളെ അണിനിരത്തി അവരെ സംരക്ഷിക്കുമാറാകട്ടെ. റബ്ബുൽ ആലമീനായ നാഥൻ ആ സഹോദരന്മാർക്ക് വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഗസയിലെ ഞങ്ങളുടെ ഇസ്ലാമിക ഉമ്മത്തിൻ്റെ ആ കഷ്ണത്തിന് നീ സബാത്ത് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹു അവർക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന മുറാബിത്യങ്ങളായ മുജാഹിദീങ്ങളായ ഞങ്ങളുടെ സഹോദരന്മാർക്ക്, വിശ്വാസികളായ സഹോദരങ്ങൾക്ക് നീ കരുത്ത് നൽകി പിടിച്ചു നിന്ന് പൊരുതി മുന്നോട്ട് പോകാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവരുടെ ശുഹദാക്കളെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അവരുടെ മുറിവേറ്റ് പരുക്കേറ്റ് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് പതിനായിരക്കണക്കിന് സഹോദരന്മാർക്ക് നീ നിൻ്റെ പ്രത്യേകമായ കരുണ കൊണ്ടും ഫضل കൊണ്ടും അവരുടെ മുറിവുകൾ, അവരുടെ പ്രയാസങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. പൂർവാധികം ശക്തിയോടുകൂടി പലസ്തീനിലെ ഏറ്റവും സുന്ദരമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹുവെ അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, അവരൊക്കെ തീർക്കുന്ന ഇസ്ലാമികമായ മാതൃകകളെ മുൻനിർത്തി ജീവിതത്തെ പുനഃപരിശോധിക്കാനും ജീവിതത്തെ ശുദ്ധീകരിക്കാനും ഈമാനിലുള്ള കളങ്കങ്ങളെ മാറ്റിയെടുക്കുവാനുമുള്ള തൗഫീഖ് നൽകി ഈ കാലഘട്ടത്തിൽ ഇതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മത്ത് മുസ്ലിമയിലെ ഞങ്ങളെപ്പോലുള്ള നിസ്സഹായരായ മനുഷ്യർക്ക് അതിനുള്ള ഞങ്ങളുടെ ഈമാനിനെ ശക്തിപ്പെടുത്താനും ശുദ്ധീകരിക്കാനുമുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് طيب سراهم واجعل الجنة مأواهم اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين والحمد لله رب العالمين. السلام عليكم ورحمة الله.